വളർന്നൊന്ന് കാട്ടാളന്മാരെ പുരുകയായി. എങ്ങനെ കാട്ടാളത്തിൻ്റെ കൂടെ ജീവിക്കണം. ഇന്ന് ഓഫീസ് കഴിഞ്ഞ് എനിക്ക് ത്രെഡ് ചെയ്യാൻ വേണ്ടിയിട്ട് പോയിട്ടുണ്ടായിരുന്നേ. എനിക്ക് ജന്മനാ പുരുവത്തിന് ഒരു ഓവറായിട്ട് കട്ടിയുള്ളത് കൊണ്ട് തന്നെ ഓവറായിട്ട് കട്ടി കുറച്ച് കഴിഞ്ഞാൽ എന്തോ ഒരു വൃത്തികേട് പോലെ എനിക്ക് തോന്നി. അതുകൊണ്ടൊരു മീഡിയം ലെവലിൽ ഞാൻ വച്ചേക്കാറേ ഉള്ളൂ എപ്പോഴും. 2 കളറ് തിരിച്ചിറങ്ങിയപ്പോൾ ഈ ഒരു വെറൈറ്റി ബൊഗൈൻവില്ല ഉണ്ട്. ഞാൻ ആദ്യമായിട്ട് കാണുന്നതാണ്. ഇനി ഞങ്ങൾ പോകുന്നത് എങ്ങോട്ടാണെന്ന് അറിയാമോ? ഞങ്ങളുടെ റിലേഷൻഷിപ്പ് സ്റ്റാർട്ട് ചെയ്ത് ഈ ഒരു മൊമെൻറ്റ് വരെ ഞങ്ങൾ രണ്ടുപേരുടെ കാര്യത്തിലും പൂർണ്ണ സപ്പോർട്ടായിട്ട് നിൽക്കുന്ന ഒരാളെ കാണിക്കാൻ വേണ്ടിയിട്ടാണ്. ഇയാളുടെ മുന്നിൽ നിന്നാണ് കേട്ടോ ഞങ്ങളുടെ ഡേറ്റിംഗ് ഒക്കെ സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ ആരാണെന്നറിയാനായിട്ട് നിങ്ങൾക്ക് ഒരു ചെറിയ ആകാംക്ഷയൊക്കെ തോന്നുന്നുണ്ടോ? ഒരു ക്യൂരിയോസിറ്റി. ഈ അമ്മ മാതാവാണ് കേട്ടോ ഞങ്ങൾക്ക് ഇത്രയും സപ്പോർട്ടായിട്ട് ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നത്. ഇങ്ങനെ ഞാൻ പറയാൻ വേണ്ടിയിട്ട് വലിയൊരു കാരണമുണ്ട്. ഈ പള്ളിയിൽ ആദ്യം നമ്മൾ വന്ന ദിവസം ഓർമ്മയുണ്ടാവും കേട്ടോ. അതെ, ഞങ്ങൾ ഒരുമിച്ച് ആദ്യമായിട്ട് ഡേറ്റിംഗ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തത് ഈ പള്ളിയുടെ ഈ മാതാവിൻ്റെ മുന്നിൽ നിന്നാണ് കേട്ടോ. അന്ന് ഞങ്ങളിവിടെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന സമയത്ത് രണ്ടുപേരുടെ മനസ്സിലും ഒരുപാട് ചോദ്യചിഹ്നങ്ങളായിരുന്നു. കാരണം രണ്ടുപേരും ഒട്ടും എക്സ്പെക്റ്റ് ചെയ്തെയാണ് ഈ ഒരു കല്യാണം ഇങ്ങനെ വന്നതും. എല്ലാം നമ്മൾ ഒട്ടും എക്സ്പെക്റ്റ് ചെയ്യാത്ത കാര്യങ്ങളാണ്. അപ്പോൾ ഫുൾ കൺഫ്യൂഷനാണ്. ഇനി എന്താവും, ഇനി മുന്നോട്ട് എങ്ങനെയാണ്, നമ്മളെടുത്ത ഡിസിഷൻ ശരിയായിരുന്നോ ഇല്ലേ, ഇങ്ങനത്തെ ഒരുപാട് ചോദ്യചിഹ്നങ്ങളുമായിട്ടാണ് കേട്ടോ നമ്മൾ മാതാവിൻ്റെ മുമ്പിൽ നിന്നത്. പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന സമയത്ത് എൻ്റെ തലയിൽ കുറച്ച് വെള്ളം വീഴുന്നതായിട്ട് എനിക്ക് തോന്നി. അപ്പം ഞാൻ വെച്ചാൽ എനിക്ക് മാത്രം തോന്നിയതായിരിക്കും. അപ്പോൾ ഇതൊക്കെ കഴിഞ്ഞതിന് ശേഷം വണ്ടി കയറാമെന്ന് ഞാൻ പറഞ്ഞു. കുട്ട ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന സമയത്ത് എൻ്റെ തലയിൽ വെള്ളം വീണായിട്ട് തോന്നി. അപ്പോൾ കുട്ടനും പറഞ്ഞു അതെ എൻ്റെ തലയിലും വെള്ളം വീണടി. അപ്പോൾ നമ്മളിങ്ങനെ ഭയങ്കരമായിട്ട് സർപ്രൈസായിപ്പോയേ. ഞങ്ങളിപ്പോഴും വിശ്വസിക്കുന്നത് മാതാവ് മനസ്സറിഞ്ഞ് ഞങ്ങൾ രണ്ടുപേരും ബ്ലെസ് ചെയ്തതായിട്ടാണ് കേട്ടോ. അതിപ്പോൾ എന്തായിക്കോട്ടെ, പക്ഷേ ആ ഒരു മൊമെൻ്റ് എടുത്ത ഈ ഒരു മൊമെൻ്റ് വരെ ഞങ്ങളെടുത്ത തീരുമാനം തെറ്റായിരുന്നു എന്ന് ഞങ്ങൾക്ക് രണ്ടുപേർക്കും ഒരു നിമിഷം പോലും തോന്നിയിട്ടില്ല എന്നുള്ളതാണ് കേട്ടോ സത്യം. കഥ പറഞ്ഞ് ഞങ്ങളിത് പോത്തങ്കോട് സ്റ്റുഡിയോയിലെത്തി കേട്ടോ. നിങ്ങളിപ്പോഴും അവിടെ നിൽക്കുന്നേ ഉള്ളൂ. ഇങ്ങോട്ട് വന്ന് നോക്കി ഇവിടെയൊക്കെ എന്തൊക്കെയാണ് ഉള്ളതെന്ന്. സ്റ്റുഡിയോയിലെത്തിയ പാടെ എൻ്റെ കണ്ണ് ചെന്നത് ഈ ചെരുപ്പിൻ്റെ കളക്ഷനിലോട്ടാണ്. എന്തുമാത്രം ചെരുപ്പ് അവിടെ ഉള്ളതെന്ന് അറിയോ? അത് ഒരുപാട് ഓഫേഴ്സിലുണ്ട് കേട്ടോ. അങ്ങനെ കുറച്ച് ചെരുപ്പൊക്കെ ഇട്ട് നോക്കി, പിന്നെ കുറച്ച് ഡ്രസ്സൊക്കെ നമ്മൾ ട്രയൽ ചെയ്ത് നോക്കി. അവിടുന്ന് കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിയിട്ട് ഞങ്ങൾ തിരിച്ച് വീട്ടിലോട്ട് പോവുകയാണ്. അപ്പോൾ ഇന്നത്തെ വ്ളോഗ് ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, പിന്നെ ഫോളോ ചെയ്യാത്തവരാണെങ്കിൽ ഫോളോ ചെയ്യണേ. അപ്പോൾ ശരി എന്നാൽ ബൈ.